നമസ്തേ, ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജനി ആയുർ കെയർ. നമ്മുടെ ഹോസ്പിറ്റലിൽ നിരവധി പേഷ്യൻസ് എത്താറുണ്ട്. അപ്പോൾ ഇവർ പലപ്പോഴും ആയുർവേദ ചികിത്സകൾ കഴിഞ്ഞിട്ട് എത്തുന്നവരാണ്. അപ്പം പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചകർമ്മ ചികിത്സ കഴിഞ്ഞ 6 മാസത്തിന് മുന്നേ ചെയ്ത്, അല്ലെങ്കിൽ 1 വർഷത്തിന് മുന്നേ ചെയ്ത് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ചോദിക്കും എന്ത് ചികിത്സയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പറയുന്നത് ഞാൻ മസാജ് ചെയ്തു, ഞാൻ അല്ലെങ്കിൽ പിഴിച്ചിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഇങ്ങനെയാണ് പറയുന്നത്. പലർക്കും ഇത് അറിയുന്നില്ല എന്താണ് പഞ്ചകർമ്മ ചികിത്സയെന്ന്. ഇന്ന് നമുക്ക് നോക്കാം എന്താണ് പഞ്ചകർമ്മ ചികിത്സയെന്നും അതിൻ്റെ പ്രയോജനങ്ങളെ പറ്റിയും. പഞ്ചകർമ്മ ചികിത്സകൾ എന്ന് പറയുമ്പം 5 കർമ്മങ്ങൾ, പഞ്ച എന്ന് പറഞ്ഞാൽ 5 കർമ്മങ്ങൾ, 5 വ്യത്യസ്ത ചികിത്സകൾ. ഇതെന്ന് പറയുന്നത് വമനം, വിരേചനം, നസ്യം, വസ്തി, രക്തമോക്ഷം എന്നിങ്ങനെയുള്ള 5 ചികിത്സകളാണ്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ്, അതല്ലെങ്കിൽ ടോക്സിൻസിനെ, ഇതിനെയൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ്. പക്ഷേ ഈ ചികിത്സ നമുക്കൊരിക്കലും പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി എടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. ഇതിനൊരു 7 ദിവസമോ 10 ദിവസമോ ഒന്നും പോരാ. ഒരു നിശ്ചിതമായ ദിവസങ്ങൾ ഇതിനാവശ്യമാണ്. ഈ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത് 3 സ്റ്റെപ്സ് ആയിട്ടാണ്. അതായത് പൂർവ്വകർമ്മം, പ്രധാന കർമ്മം, പശ്ചാത് കർമ്മം എന്നിങ്ങനെ. ഈ പൂർവ്വകർമ്മത്തിൽ പ്രധാനമായിട്ട് 2 ചികിത്സാ രീതികളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒന്ന് സ്നേഹപാനം, അടുത്തത് സ്വേദന ചികിത്സ. സ്നേഹപാനം എന്ന് പറയുമ്പം യുക്തമായിട്ടുള്ള നെയ്യ്, അതല്ലെങ്കിൽ മാംസരസങ്ങൾ, തൈലം തുടങ്ങിയവ ഒരു നിശ്ചിത ദിവസം നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നതാണ്. സ്വേദന ചികിത്സ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ മുമ്പ് പറഞ്ഞ അഭ്യംഗം, പിഴിച്ചിൽ, കിഴി, ഇതൊക്കെ തന്നെ. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ ഒരിക്കലും അഭ്യംഗമോ മസാജോ അതല്ലെങ്കിൽ കിഴികളോ ഒന്നും തന്നെയല്ല. ഇതെല്ലാം പൂർവ്വകർമ്മത്തിൽ പറയപ്പെടുന്ന ചികിത്സാ രീതികളാണ്. ഈ പൂർവ്വകർമ്മത്തിൽ നമ്മൾ ഈ സ്നേഹപാനവും സേവന കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശാഖാഗത, അതായത് നമ്മുടെ എക്സ്ട്രീമിറ്റീസിലുള്ള ദോഷങ്ങളെല്ലാം തന്നെ നമ്മുടെ കോഷ്ഠത്തിൽ, അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിച്ചേരുന്നു. ദോഷങ്ങളെ നമ്മൾ പുറന്തള്ളുന്നതാണ് നമ്മുടെ പ്രധാന ചികിത്സ. പ്രധാന കർമ്മങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 5 ചികിത്സാ കർമ്മങ്ങൾ, ഇത് നമ്മൾ യുക്തമായിട്ട്, അതായത് നമ്മൾ ഓൾറെഡി സ്നേഹനവും സ്വേദനവും ചെയ്തിട്ട് നമ്മുടെ ബോഡിയെ ലൂസൺ ചെയ്ത് വെച്ചേക്കുവാണ്. അതോടൊപ്പം തന്നെ ദോഷങ്ങളെല്ലാം സ്റ്റൊമക്കിൽ എത്തിയിരിക്കുന്നു. ഇതിനെ നമ്മൾ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് വമന ചികിത്സ, അതായത് ഛർദ്ദിപ്പിക്കുന്ന ചികിത്സ, വിരേചന ചികിത്സ, അതായത് വയറിളക്കി ഈ ദൂഷ്യങ്ങളെ പുറത്തേക്ക് തള്ളുന്ന രീതി, നസ്യം, അതായത് നമ്മുടെ ഹെഡാണ് നമ്മുടെ മെയിൻ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ. അപ്പം അതിൽ നിന്നും പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നസ്യകർമ്മം ചെയ്യുന്നത്. അതായത് മൂക്കിൽ കൂടെ മരുന്നൊഴിച്ചിട്ട് നമ്മൾ കളയുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുമ്പം എനിമ തെറാപ്പി തന്നെ 2 രീതിയിലുണ്ട്. മാത്രാവസ്തി, കഷായവസ്തി തുടങ്ങിയ 2 ചികിത്സകൾ. മറ്റൊന്നെന്ന് പറയുമ്പോൾ രക്തമോക്ഷ ചികിത്സ. ഈ ചികിത്സയിൽ പ്രത്യേകിച്ച് നമ്മൾ സ്കിന്നിൻ്റെ ഡ്രൈനസ് ഇഷ്യൂസ്, സോറിയാസിസ് കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ കണ്ണിൻ്റെ അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ അട്ടയെ കൊണ്ട് ദുഷിച്ച രക്തത്തെ പുറന്തള്ളിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. അടുത്ത ചികിത്സയാണ് പശ്ചാത് കർമ്മ. അതായത് എല്ലാ ചികിത്സകളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് പശ്ചാത് കർമ്മ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഒരു പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് കഴിയുന്ന ഒരാൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ആയുർവേദത്തിൽ പഥ്യം, മറുപഥ്യം ഒക്കെ നോക്കേണ്ട ഒരു രീതിയാണ്. അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മളിപ്പോൾ ഒരു മസാജോ കിഴിയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഉടനെ ഒരു പഥ്യമോ മറുപഥ്യമോ നോക്കേണ്ടി വരുന്നില്ല. പക്ഷേ നമ്മൾ പഞ്ചകർമ്മ ചികിത്സ നമ്മൾ ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും പഥ്യവും മറുപഥ്യവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സർട്ടൻ ആഹാരങ്ങളൊന്നും നമുക്കിത് കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല. അതേ കണക്ക് നമുക്ക് ഒരുപാട് ലോങ് ഡ്രൈവിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ സിറ്റിംഗ് പോസ്റ്റർ, സ്റ്റാൻഡിങ് പോസ്റ്റർ, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഈ പ്രധാന ചികിത്സകൾ ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിനെ ഒരുപാട് വീക്കാക്കുന്ന ചികിത്സകളാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ പശ്ചാത് കർമ്മത്തിലാണ് നമ്മുടെ ശരീരം വീണ്ടും നമ്മുടെ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു ടൈം. സോ ഈ സമയത്ത് നമ്മുടെ ആഹാരം, വിഹാരങ്ങൾ ഒക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ടൈമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പം ഏവർക്കും ചെയ്യാവുന്ന ഒന്നാണ്. പ്രായം നമുക്ക് ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. കുട്ടികൾക്കൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സർട്ടൻ കേസസിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ കാർഡിയാക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പാടുള്ളതേ അല്ല. അതോടൊപ്പം തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ ശരീരത്തിലെ ജരാനരകളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് യുവത്വം നിലനിർത്തുന്നതിന്, നമ്മുടെ അസുഖങ്ങളെയൊക്കെ പുറന്തള്ളുന്നതിന്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും, നമ്മുടെ ശരീരബലം കൂട്ടുന്നതിനും, യുവത്വം നിലനിർത്തുന്നതിനും, ഒട്ടനവധി അസുഖങ്ങളെ പുറന്തള്ളുന്നതിനും പ്രയോജനകരമാണ്. അപ്പം ഏവർക്കും ഒരിക്കലെങ്കിലും ചെയ്യാവുന്ന ഒന്നാണ് പഞ്ചകർമ്മ ചികിത്സ. ഞങ്ങളുടെ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാ പാക്കേജുകളെ പറ്റി കൂടുതലായിട്ട് അറിയുന്നതിനും ഒരു ഫ്രീ ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ടും വീഡിയോടൊപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്തേ.